നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടോളൂ. അവിടെ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ ഇങ്ങനെ. ഓക്കെ, ഇപ്പം നമുക്ക് ആ റിയാക്ടിന്റെ പേജ് ചെയ്യാം. അതിന് മുമ്പ് കുറച്ചുകൂടെ പഠിക്കാം, അതുകൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ എല്ലാവർക്കും? ഓക്കെ, നിങ്ങൾ ചെയ്തായിരുന്നോ? ഇതല്ല റിയാക്ടിന്റെ ചെയ്തോ? ബാക്കിയുള്ളവരോ? മറ്റേ നമുക്ക് ക്ലാസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് 1-2 കാര്യങ്ങളോട് നോക്കാം. ബോക്സ് സൈസിങ് മനസ്സിലായിരുന്നോ? ബോക്സ് സൈസിങ് കൊടുത്താൽ എന്ത് സംഭവിക്കും? പാഡിങ് കൊടുക്കുമ്പോൾ വിഡ്ത്തിന്റെ കൂടെ ആഡ് ആവില്ല, ഇല്ലേ? ബോക്സ് സൈസിങ് അടുത്ത് നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്ക് CSS പല രീതിയിൽ ആഡ് ചെയ്യാം. ഇൻലൈന്, ഇന്റേണൽ, എക്സ്റ്റേണൽ 3 രീതിയിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇന്റേണൽ ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി നിങ്ങൾ ചെല്ലുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇത്ര നാളും പിന്നെ എന്തുകൊണ്ട് ഇന്റേണൽ ചെയ്യുന്ന വെച്ചാൽ അതാണ് കുറച്ച് എളുപ്പം, കണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. പഠിക്കുമല്ലേ, അപ്പൊ അതാണ് എളുപ്പം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 21 CSS.html. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡിവ് ഇടാം. ഓക്കെ, പൊട്ടൊരു പീട്ടാ ഇടാം, കുറച്ചുകൂടി. ഓക്കെ, എനിക്ക് ഇതിന്റെ കളർ മാറണം. എങ്ങനെ മാറ്റാം? ഇന്റേണൽ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് H1 കളർ കൊടുക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. ആദ്യമേ H1 കളർ റെഡ്. ഓക്കെ ആണല്ലോ, ഇതാണ് എന്ത്? ഇന്റേണൽ CSS. നമുക്കിനി എങ്ങനെ ഇൻലൈൻ CSS ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ കമന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻലൈൻ CSS എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഏത് എലമെന്റിനെയാണോ സ്റ്റൈൽ ചെയ്യേണ്ടത് ആ എലമെന്റിലേക്ക് വരിക. ഓക്കെ, അതാണ് ഇൻലൈൻ. ഓക്കെ, എലമെന്റ് അതേ ലൈൻ തന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു കോഡ്സ് കൊടുക്കുക. ഓക്കെ ആണല്ലോ, എന്നിട്ട് നമുക്ക് എന്താണോ ഇതിന് സ്റ്റൈൽ കൊടുക്കേണ്ടത്, കളർ ആണെങ്കിൽ എന്ത് ചെയ്യുക? കളർ സെയിം കളർ കൊടുക്കുക, കോളം കൊടുക്കുക. ഇതിനകത്ത് എന്ത് കൊടുക്കുന്നു അത് തന്നെ കൊടുക്കുക. കോഡ്സ് ഇടുക, എന്നിട്ട് അതിനകത്ത് കൊടുക്കുന്ന അതേപോലെ കൊടുക്കുക. കളർ, കോളൻ, എന്താ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, എല്ലാം കൂട്ടാം. നോക്കിയോ, ഇത് നോക്കിയോ, ഇപ്പൊ ഞാൻ ഒരെണ്ണം മാറിയല്ലോ. ഇനി അടുത്ത എങ്ങനെ കൊടുക്കുക? സെമിക്കോളൻ കൊടുക്കുക. ഫോണ്ട് സൈസ് 100 കണ്ടോ? ഇനി അടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഒരു സെമിക്കോളൻ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ? സ്റ്റൈൽ ടാഗ് ആണോ? വേണ്ട. ഇതാണ് എന്ത്? ഇൻലൈൻ CSS. ഏത് എലമെന്റിലും നമുക്ക് പോയിട്ട് ഇത് കൊടുക്കാം. ഓക്കെ, ഇത് വേറെ രീതിയാ ഇന്റേണൽ CSS. പക്ഷെ നമ്മൾ പൊതുവെ ഇത് ഉപയോഗിക്കാറേ ഇല്ല. ഇൻലൈൻ അതിന്റെ കാര്യം ഇൻലൈൻ കൊടുത്തുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും. ഇവിടെ എല്ലാം കൂടി ഇവിടെ കിടക്കില്ലേടാ. അപ്പൊ നീ ഒരു വലിയൊരു പേജാണ് ബിൽഡ് ചെയ്യുന്നത് ആലോചിക്കേ, എല്ലാ ടാഗും നീ സ്റ്റൈൽ എഴുതുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നത്തില്ല. പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എഡിറ്റ് ഒക്കെ ചെയ്യാനും, അല്ലേ? കുറെ സൈസ് കൂടും. പിന്നെ സൈസ് പോട്ടെ, അതെന്തായാലും കൂടും. നമ്മളിപ്പോ ഇവിടെ എഴുതിയാലും കൂടും, ഇവിടെ എഴുതിയാലും കൂടും. ഓക്കെ, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കമ്പനികളൊക്കെ ചെയ്യുന്നത് എക്സ്റ്റേണലാണ്. അതായത് HTML ഒരു ഫയലിലും CSS വേറൊരു ഫയലിലും. അതാകുമ്പോൾ നമുക്ക് HTML അല്ല അവിടെ കാണാം, CSS അപ്പുറത്ത് കാണാം.
അപ്പൊ ആ ഒരു എന്താ ഒരു ഭംഗിയും വരും, അതിന് ഒരു മോഡുലാരിറ്റി വരും. അതായത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ HTML ആണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോയി ചെയ്യാം, CSS ലാണ് മാറ്റം വരുന്നെങ്കിൽ ഇവിടെ പോയി ചെയ്യാം, ഇല്ലേ? അപ്പൊ അതിനുവേണ്ടിയാണ് നിങ്ങൾ കമ്പനിയിലൊക്കെ പോകുമ്പോൾ അവർ എക്സ്റ്റേണൽ ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇല്ലേ അവർ എഴുതിപ്പിക്കുകയില്ല, കേട്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഇൻലൈൻ CSS. സെയിം സാധനം നമ്മൾ കോഡ്സിൽ എന്ത് ചെയ്യുന്നു, സെമിക്കോളൻ ഇട്ട് നമ്മൾ ഓരോരോ പ്രോപ്പർട്ടി കൊടുക്കുന്നു. കേട്ടോ? ട്രൈ ചെയ്ത് നോക്കിയേ ഇൻലൈൻ CSS. ചിലപ്പോൾ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാം ഏതൊക്കെ രീതിയിൽ CSS ആഡ് ചെയ്യാം, ഇന്റേണൽ. ചിലപ്പോൾ ഇതിനകത്തൊന്നും ഇത് മാത്രമായിരിക്കും ചോദിക്കാം. എന്നാൽ അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. നമ്മൾ ചിലപ്പം നോക്കാതെ വിടുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, ആ ഒരു ക്വസ്റ്റ്യനിൽ അവർ അളക്കും നിങ്ങളുടെ ഫുൾ HTML CSS സ്കില്ല്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിഞ്ഞോളന്ന് വെച്ചോ, ബാക്കി എല്ലാം ചെയ്യാൻ അറിയെങ്കിൽ ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ അറിയത്തില്ല, അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാം പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഇല്ലേ? കട്ടായി പോയോ? ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ പറയാം. ഇപ്പൊ നമ്മൾ എഴുതി എന്തായിരുന്നു, ഇൻലൈൻ CSS അല്ലേ? അപ്പൊ ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ടാഗിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് CSS കൊടുക്കാം. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യുക, എന്ത് ചെയ്യുക, കോഴ്സ് ഇടുക. കോഴ്സിനകത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ പ്രോപ്പർട്ടി വാല്യൂ സെമിക്കോളൻ, പ്രോപ്പർട്ടി വാല്യൂ സെമിക്കോളൻ ഇങ്ങനെ കൊടുക്കാം. എന്താണോ ചിരിയൊക്കെ?
ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. ഓക്കെ, അടുത്താണ് എന്ത്? എക്സ്റ്റേണൽ. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ CSS ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെപ്പറേറ്റ് ബോഡിയുടെ മാർജിൻ ടോപ്പ് 0 എല്ലാ മാർജിൻ 0 ബോഡി മാത്രോ? എല്ലാത്തിനും മാർജിൻ 0. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും പോയി നമ്മൾ എഴുതണം, ഓരോ എലമെന്റും പോയി എഴുതണം. ബോഡിയുടെ പറ്റൂടാ, ബോഡിയുടെ മാത്രമായിട്ട് പറ്റും. നീ ചോദിച്ചു സ്റ്റാറിൽ എന്ന് ചോദിച്ചേ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും മാർജിൻ മാറ്റാവുന്നതാ. ബോഡി പോയിട്ട് മാർജിൻ എടുത്താൽ ബോഡിയുടെ മാർജിൻ മാറും. പക്ഷെ എച്ച് ടാഗിന് മാർജിൻ ഉണ്ട്, പി ടാഗിന് മാർജിൻ ഉണ്ട്, അത് മാറില്ല. അത് പറഞ്ഞെങ്കിൽ എച്ച് ടാഗിനുമായിട്ട് മാർജിൻ കൊടുക്കണം, പി ടാഗിന് കൊടുക്കണം. ആ സ്റ്റാർ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ ഇതൊന്ന് ഒഴിവാക്കാണ്, കമന്റ് ചെയ്തിട്ടൊക്കെ. ഓക്കെ, പഴയതായി. അപ്പൊ നമുക്ക് എങ്ങനെ എക്സ്റ്റേണൽ CSS ആഡ് നോക്കാം. അപ്പൊ എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഫയലിലാണ് CSS എഴുതുക. ഓക്കെ, ഞാൻ 21 ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഫയലിന്, ഇഷ്ടമുള്ള പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റൈലിന് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, 1 സെക്കൻഡ്. ഹലോ, പറഞ്ഞു ചെല്ലു. മതി മതി. അത് ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി. വർക്ക് എങ്ങനെ പോകുന്നത്? അതേതാ, ഫ്രണ്ട് എൻഡ് ആണോ അതോ ബാക്ക് എൻഡോ? അതേതാ ചെയ്യുന്നത്? ഏതിലാ ചെയ്യുന്നത്? ഓക്കെ, അത് തന്നെയാണല്ലേ. അർജുനുണ്ടോ അവിടെ? അവനെങ്ങനെ പോകുന്നു? കമന്റ് ആണോ? അല്ല, അവന് മലയാളം മനസ്സിലാവല്ലോ. അവൻ പറയുന്നയോ? അത് കുറച്ചാള് ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാനും ആദ്യം അങ്ങനെ ആയിരുന്നു. ഞാൻ അന്ന് ചോദിച്ചപ്പോ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പം എന്റെ അടുത്താണ് ചോദിക്കുന്നത് അപ്പൊ എത്ര പേരുടെ പേര് കൊടുക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഇനി ശാലിന്റെ പേര് പറയാം. ഇല്ല, അത് കുഴപ്പമില്ല. അതെ, ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പേര് കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ അവിടെ റിയാക്ടിലേക്ക് പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നില്ലേ? അപ്പൊ അവര് ചോദിച്ചായിരുന്നോ അവിടെ ഇനി ഭാവിയിൽ റിയാക്ടിലേക്കോ മെയിനിലേക്കോ പ്രോജക്റ്റിലേക്കോ ഇടുവോന്ന് ചോദിച്ചായിരുന്നോ? പക്ഷെ റിക്വയർമെന്റ് ഒന്നും റിയാക്ട് എന്നും പറഞ്ഞാണല്ലോ. എൻ്റെ അടുത്ത് റിയാക്ട് എന്നും പറഞ്ഞ റിക്വയർമെന്റ് വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്തത്. ഞാൻ ചോദിച്ചു അങ്ങോട്ട് ഇവിടെ. ഒന്ന് ചോദിച്ചു നോക്ക്. ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു നോക്കിയോടെ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഫയലിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എക്സ്റ്റൻഷൻ എന്തായിരിക്കണം? .css ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ സാധാരണ നോർമലി എങ്ങനെ CSS എഴുതുന്നോ അതുപോലെ എഴുതാം. ഇവിടെ സ്റ്റൈൽ ടാഗ് ഒന്നും വേണ്ട.
ഇവിടെ നമുക്ക് HTML എഴുതാൻ പറ്റില്ല, പ്യുവർ CSS. ഇപ്പോൾ H1 ടാഗിനാണ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ H1. ഇപ്പോൾ ഇവിടെ ഒരു H1 ടാഗ് ഉണ്ട്. ഓക്കെ, ക്ലാസ് കൊടുക്കണമെങ്കിൽ ക്ലാസ് കൊടുക്കാം, എങ്ങനെയുള്ള സ്റ്റൈൽ ചെയ്യാം. H1 ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, കളർ ഞാൻ ഗ്രീൻ ആക്കി സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം. കളർ മാറിയോ? അതായത് നമ്മൾ CSS ഇവിടെ എഴുതി ഇല്ലേ, എന്നിട്ട് നമ്മൾ HTML ഫയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, CSS കണക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് ടാഗ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതണ്ടേ, ഹെഡിൽ. അപ്പോൾ ഹെഡിലേക്ക് വരിക, ഹെഡിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക, ലിങ്ക് ടാഗ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, അപ്പോൾ ലിങ്ക് ടാഗിന് ഇവിടെ റിലേഷൻ, എന്താണ് റിലേഷൻ ആണ് അർത്ഥം, സ്റ്റൈൽ ഷീറ്റ്. അതായത് CSS ആണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ലിങ്ക് ടാഗ് ഉപയോഗിച്ചിട്ട് CSS മാത്രമല്ല വേറെ കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ CS ആണ് കണക്ട് ചെയ്യുന്നത് പറയാൻ വേണ്ടിയാണ് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ്. അടുത്തത് href, ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്കുള്ള ലിങ്ക് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ കിടക്കുന്നതായിട്ട് എന്ത് ചെയ്താൽ മതി, പേര് കൊടുത്താൽ മതി 21 style.css. ഫോൾഡർ മെഷീൻ. ഇപ്പം വേറൊരു ഫോൾഡർ ആണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോൾഡർ / ഇതിന്റെ പേര്. ഓക്കെ ആണല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫോൾഡറിൽ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് എന്ന് എങ്ങനെ ചെയ്ത് നോക്കാം. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പോൾ അതിന് നമ്മൾ // ഒക്കെ കൊടുക്കാം. // അങ്ങനെ സംഭവം ഉണ്ട്, പോട്ടെ. അപ്പം ഞാനിത് കണക്ട് ചെയ്തു. നോക്കിയേ, സ്റ്റൈൽ അപ്ലൈ ആകണ്ടോ. ഇനി ഞങ്ങൾ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. കണ്ടോ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ ചെയ്താൽ മതി, നമ്മൾ വേറൊരു ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യാം. ഓക്കെ, ട്രൈ നോക്കിയേ. എക്സ്റ്റേണൽ CSS. ഹലോ, ഒന്നും കൂടെ പറയോ? എന്തൊരു ഓടി വെക്കുന്നില്ലേ? നേരത്തെ ഒന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് ഇപ്പൊ കേറുമ്പോ ഇതിൽ കണ്ടേ. എനിക്ക് തോന്നുന്നു നിനക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വന്നായിരിക്കും. ഞാൻ പറയാം. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, നീ ഇല്ലേ മനസ്സിലായിരുന്നോ, ഇല്ലേ കണ്ടായിരുന്നോ, ഇല്ലേ CSS അമൽരാജ്? ഇല്ല, ഞാൻ ഇപ്പൊ കേറുന്നത്രേ, ഇപ്പൊ അത് ഫുള്ള് കാണുന്നേ. അതായത് നമ്മളിപ്പം പഠിച്ചെന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം നമുക്ക് 3 രീതിയിൽ CSS ആഡ് ചെയ്യായിരുന്നു. നമ്മുടെ HTML ഫയലിലേക്ക് 3 രീതിയിൽ ആഡ് ചെയ്യാം. ഒന്നാമതാണ് നമ്മൾ ആദ്യം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്റേണൽ CSS. അതായത് നമ്മൾ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ സ്റ്റൈൽ എഴുതുന്നത്, അതാണ് ഇന്റേണൽ CSS. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇൻലൈൻ CSS എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, CSS ആഡ് ചെയ്യാം. അതായത് ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് എലമെന്റിനെയാണോ സ്റ്റൈൽ ചെയ്യേണ്ടത് ആ എലമെന്റിലേക്ക് വരിക, എന്നിട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഡ്സിൽ നമുക്ക് ഓരോരോ പ്രോപ്പർട്ടി കൊടുക്കാം. കളർ ബ്ലൂ, 2 സെമിക്കോളൻ, ഫോണ്ട് സൈസ് 100 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ. കണ്ടോ? അപ്പൊ അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു എലമെന്റിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ സേവ് ചെയ്യുന്നു. ഈ എലമെന്റ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റൈലും വന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കൊടുക്കാം.
അപ്പൊ നമ്മൾ ഏത് എലമെന്റിനാണോ സ്റ്റൈൽ ഉണ്ട് അവിടെ പോവുക, ആ എലമെന്റിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന കളർ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ കളർ റെഡ് ആവും. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, കളർ റെഡ് ആയി. ഓക്കെ, ഇനി അതിന് വേറൊരു പ്രോപ്പർട്ടി കൊടുക്കണം, ഒരു സെമിക്കോളൻ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, വേറൊരു. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻലൈൻ CSS. അമൽ മനസ്സിലായത്? ഇൻലൈൻ CSS മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്താണ് എന്ത്, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. അപ്പൊ എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും CSS നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഒരു ഫയലിൽ എഴുതും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഫയലിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ എക്സ്റ്റൻഷൻ .css ആയിരിക്കണം. അപ്പൊ ഇതൊരു CSS ഫയലാണ്, ഇവിടെ നമുക്ക് HTML ടാഗ് ഒന്നും എഴുതാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ സാധാരണ നോർമലി എങ്ങനെയാണോ CSS എഴുതുന്നത് അതുപോലെ നമുക്ക് ഇവിടെ CSS സ്റ്റൈലുകൾ കൊടുക്കാം. H1 കളർ ഗ്രീന്, ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച്, കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഇവിടെ ഒരു H1 ടാഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ H1 ടാഗിന് ഇത് അപ്ലൈ ആയിട്ടില്ല. നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നോർമൽ H1 ടാഗ്, നമ്മൾ ബാക്കി എല്ലാം കമന്റും ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റൈല് നമ്മുടെ H1 ടാഗിന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ വന്നിട്ട് ഈ CSS-നെ ഈ HTML ഫയലിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് ടാഗ്. നമ്മൾ ലിങ്ക് ടാഗ് കൊടുക്കുക. ലിങ്ക് ടാഗിനകത്ത് href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ഇതെന്ന് വെച്ചാൽ റിലേഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണ്. ഈ ആട്രിബ്യൂട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു CSS ഫയലാണ് എന്നാണ്. ഓക്കെ, ഇനി അതുപോലെ href എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ href എന്നൊരു ആട്രിബ്യൂട്ട് കൊടുക്കുക, നമ്മുടെ ഏത് ഫയലാണോ ഫയലിലേക്കുള്ള പാത്ത് കൊടുക്കുക, 21 style.css. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ CSS ഫയൽ ഈ HTML ഫയലിലേക്ക് അങ്ങ് കണക്ട് ആവും. ഇനി നമ്മളിവിടെ വന്നിട്ട് വെൽക്കം ടു ദ പേജ് H1 കൊടുത്തു, നമ്മളിവിടെ CSS കൊടുത്തിട്ടുണ്ട്. H1 ടാഗിന്റെ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കൊടുത്ത സ്റ്റൈൽ അപ്ലൈ ആയി. ബോർഡർ കൊടുക്കണേ, ബോർഡർ 5 പിക്സൽ. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ CSS. മനസ്സിലായത്? ഓക്കെ, പറഞ്ഞോ. ഇതുണ്ടോ പക്ഷേ
ചെയ്തത് അടുത്ത പറയട്ടെ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇന്റേണലും എക്സ്റ്റേണലും ഇല്ല. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്താണ് റെസ്പോൺസീവ് CSS. ഓക്കെ, അപ്പൊ റെസ്പോൺസീവ് CSS എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു പേജ് എഴുതുമ്പോൾ, ഇപ്പൊ നമ്മൾ ആലോചിക്കും, ഇപ്പം നമ്മളിപ്പം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീനിലായിരിക്കാം, ഇല്ല? അപ്പൊ നമ്മൾ ആ സ്ക്രീനിന് പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ലേഔട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതേ വെബ്സൈറ്റ് നമ്മളൊരു മൊബൈൽ ഫോണിൽ കാണുന്ന ആലോചിക്കേ, ഇത്രയും ചെറിയ സ്ക്രീനാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വലിയ, ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ബാർ, ഇവിടെ വേറൊരു ബാർ, ഇല്ലേ? അങ്ങനെ കുറെ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് മൊബൈൽ സ്ക്രീൻ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, സ്ക്രോൾ വരും, ഇല്ലേ? ഹൊറിസോണ്ടലി സ്ക്രോൾ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഈ ഒരു ഇത് നോക്കിയേ, ഈ ഒരു വലിയ സ്ക്രീൻ, അല്ലേ? ഈ സെയിം സാധനം നമുക്കൊരു മൊബൈൽ സ്ക്രീനിലേക്ക് ഒന്ന് നമ്മൾ കാണുന്ന ആലോചിച്ച് നോക്കിയേ, ഭയങ്കരമായിട്ട് നമുക്ക് ചെറുതാവണം, ഇല്ലേ? അപ്പൊ നമ്മൾ ഈ ലേൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊടി പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തേക്കുന്ന നോക്കിയേ, അതിനനുസരിച്ച് അതിന്റെ ലേഔട്ട് മാറ്റി. ഓരോ സ്ക്രീൻ സൈസിലും നോക്കിയേ, സ്ക്രീൻ സൈസ് കുറയുന്നതനുസരിച്ചുണ്ടോ ഇതായപ്പോഴത്തേക്കും ലേഔട്ട് മാറി. അപ്പൊ ലേഔട്ട് മാറിയപ്പോൾ വേറെ സാധനം സംഭവിച്ചു. അപ്പൊ ലേഔട്ട് മാറി എന്ന് പറഞ്ഞാൽ ആ ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യണ്ടേ. ഇപ്പം ചെറിയ സ്ക്രീൻ, ഇപ്പൊ ടാബിന്റെ സ്ക്രീനിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവർക്കും ഈ ലേണും റെഫറൻസും കമ്മ്യൂണിറ്റി ബ്ലോഗും വേണമല്ലോ. അപ്പം ഈ സൈഡിലോട്ട് നോക്കണേ, ഇങ്ങോട്ട് ഞാൻ ഈ സ്ക്രീൻ സൈസ് കുറച്ച് വരുമ്പോഴത്തേക്കുണ്ടോ അവിടെ വേറെ ഐക്കൺ വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഇങ്ങനെ കാണാം. അത് അവർ വേറെ സെറ്റപ്പ് ചെയ്ത്, മനസ്സിലായോ? ഇനിയും നമുക്ക് കുറയ്ക്കാം. ഇനി സ്ക്രീൻ സൈസ് കുറച്ച് ടാബിൽ നിന്ന് പറഞ്ഞ് മൊബൈൽ ആകുമ്പോഴത്തേക്കും സെർച്ച് ബാർ മാറി, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. കണ്ടോ? അപ്പോഴത്തേക്കും ഫുൾ ലേഔട്ട് മാറുന്നുണ്ടോ? ഇതിന്റെ മാറി, കണ്ടോ? അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ക്രീൻ സൈസിനും നമ്മുടെ ഡിസൈൻ അഡാപ്റ്റ് ചെയ്യുന്നതിന് പറയുന്നവരാണ് റെസ്പോൺസീവ് ഡിസൈൻ. നമ്മളിപ്പോൾ ചുമ്മാ ബിൽഡ് ചെയ്തത് ഇങ്ങനെ സംഭവിക്കില്ല. നമ്മൾ ചുമ്മാ ഒരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് പല സ്ക്രീനിൽ പലതായിരിക്കും, ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പല സ്ക്രീനിലും ഇതിന്റെ ലേഔട്ടുകൾ മാറ്റി മാറ്റി കാണിക്കണം. ഒക്കെയാണല്ലോ. അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ റെസ്പോൺസീവ് CSS എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെർസെന്റേജ് ആയി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ കാര്യം വെച്ചാൽ ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഞാനൊരു സൈഡ് ബാർ ബിൽഡ് ചെയ്തു. ഓക്കെ, ഇപ്പം ഒരു കാര്യം ചെയ്യാം, 22 റെസ്പോൺസീവ് ഡോട്ട്. അപ്പൊ ഞാൻ ഇന്റേണൽ ആണ് ചെയ്യുന്നത്, ഇന്റേണൽ CSS. ഞാനിവിടെ ഒരു സൈഡ് ബാർ ഡോട്ട് സൈഡ് വിട്ട് 300 പിക്സൽ, ഹൈറ്റ് 100 VH. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റെഡ്. ഇതെങ്ങനെ വരും, സൈഡ് വരും. അപ്പൊ ഇവിടെ മാർജിൻ ഉണ്ട്, കളയണം, അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം, സൈഡ് ബാർ ഒന്നും ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഈ സൈഡ് ബാർ തന്നെ നമ്മൾ പല ഡിവൈസിൽ കാണുക വെച്ചാൽ, ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ മുകളിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ സൈസ് കാണാം പിക്സലിൽ. അവിടെ കൊടുത്തേക്കുന്നത് ആദ്യം വരുന്നത് വിട്ടും രണ്ടാമത് വരുന്ന ഹൈറ്റും ആണ്. കണ്ടോ? ഹൈറ്റ് കുറയുന്നില്ല, വിട്ടും മാറുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഒരു മൊബൈൽ ഡിവൈസ് എന്നൊക്കെ പറയുമ്പോൾ വിട്ട് ഏകദേശം ഒരു 450 പിക്സൽ ടു 600 പിക്സലിന് ഇടയ്ക്കായിരിക്കും, ഓക്കെ ആണല്ലോ. അപ്പം ഇതിപ്പോ നോക്കി 1000 മേലുണ്ട്, ഇല്ലേ? നമ്മൾ ഇതിന്റെ ഇത് സൈസ് കുറച്ച് വന്നിട്ട് ഏകദേശം ഒരു മൊബൈൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അവസ്ഥ.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് സൈഡ് ബാർ നോക്കിയേ, സൈഡ് ബാർ കുറെ കവർ ചെയ്ത് നമ്മുടെ ആ ഒരു ഇപ്പൊ ബാക്കി ഈ വൈറ്റ് ഭാഗത്ത് കാണിക്കുന്ന സാധനങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് കാണാം. നമ്മൾ ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ വ്യൂവിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ആ ഒരു പേജ് അല്ലേ. അപ്പം നമ്മളിപ്പം പിക്സലിലാണ് വാല്യൂ എടുക്കുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ട്. കാര്യം പിക്സലിന് കൊടുത്താൽ 300 പിക്സൽ കൊടുത്താൽ മൊബൈൽ സ്ക്രീൻ ആണെങ്കിലും അതിന്റെ 300 പിക്സൽ എടുക്കും ഇല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് സ്ക്രീൻ ആണെങ്കിലും 300 പിക്സൽ ഇല്ലേ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൈസ് കിട്ടില്ല. നമ്മളിത് പെർസെന്റേജ് കൊടുത്താലോ, ഞാനിവിടെ 20% വ്യൂ ഹൈറ്റ്, വ്യൂ അല്ലെന്ന് ചോദിച്ചേ, വ്യൂ ഹൈറ്റ് അതായത് 100 വ്യൂസ് എന്ന് പറഞ്ഞാൽ ആ പേജിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ അതാണ്. ഓക്കെ 20% കൊടുത്തു. ഇവിടെയും പ്രശ്നമുണ്ട്, മാറും. സ്ക്രീൻ സൈസ് അനുസരിച്ച് മാറും. അപ്പൊ നോക്കേ ഞാൻ ഇത് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, ഇത്രയും ചെറുതാവും വേണ്ട. ഇപ്പം ഫോണിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഒരു 450 പിക്സൽ എന്ന് വെച്ചോ, ഇതായിരിക്കും അവസ്ഥ. നമുക്ക് ഇതും പറ്റില്ല, നമുക്ക് ഏകദേശം ഇത്രയും വരണം. ഓക്കെ അല്ല, ഒരു പരിധി വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പെർസെന്റേജ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം ഇവിടൊക്കെ വരെയൊക്കെ വേണമെങ്കിൽ ഓക്കെ ആക്കാം, കുറച്ചൊക്കെ കുറയാം ഇല്ലേ. പക്ഷെ മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സാധനം ചെയ്യും. റെസ്പോൺസീവ് ഡിസൈൻ ആക്കാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പം ഓരോ സ്ക്രീൻ സൈസിനും നമ്മൾ ഓരോരോ ലേ ഔട്ട് ചെയ്യും. എന്നാലും അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുള്ളൂ ഇല്ലേ. അപ്പം ലാപ്പിന്റെ സ്ക്രീനിൽ കാണുന്ന ലേ ഔട്ട് ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ ഇല്ലേ. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ കുറെ എന്ത് ചെയ്യുന്നു, കാർഡ്സ് ഇടുന്നു, കുറെ പ്രൊഡക്ട്സ് ഇടുന്നു. പക്ഷേ ഫോണിന്റെ കുറെ കാർഡ്സ് ഇടുന്നു, 1 2 3 4 ഇല്ലേ. അപ്പം നമ്മുടെ ലാപ്പിന്റെ സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ഇവിടെ ഫിറ്റ് ആവും, ഒരു 4 എണ്ണം ഫിറ്റ് ആവും. മൊബൈൽ സ്ക്രീൻ വരുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം വെച്ചാൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ലേ ഔട്ട് മാറ്റണം. ലാപ്പിന്റെ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 4 കാർഡ് ഒരു ലെവലിൽ വരണം. അത് മൊബൈൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരെണ്ണം ആവണം, കോളം ബേസ് എല്ലാം വരണം ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പം ഈ നാവിഗേഷൻ ബാറിന്റെ കേസിലാണെങ്കിലും ലാപ്പിന്റെ സ്ക്രീനിൽ കാണുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റണം. ഇവിടെ മറ്റേ എന്തെങ്കിലും ആ ഒരു ഐക്കൺ കാണാൻ പറ്റരുത് ഇല്ലേ. സ്ക്രീൻ സൈസ് മാറുന്നതിനനുസരിച്ച് വേണം ഇത് വരാൻ ഇല്ലേ. അപ്പം നോക്കിയേ, സ്ക്രീൻ സൈസ് കുറഞ്ഞു വന്നിട്ട് ഏകദേശം ഒരു 1024 കഴിഞ്ഞിട്ട് 23 ആയി കഴിയുമ്പോഴത്തേക്കും മറ്റേത് ഹൈഡായി ആ ലേണൊക്കെ. ഇവിടെ ഈ സാധനം നമുക്ക് ഡിസ്പ്ലേ ആയി ഇല്ലേ. ഇനി നമ്മൾ കുറച്ചുകൂടെ കുറച്ച് വരുമ്പോഴത്തേക്കും അത് പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലേ ഔട്ട് കംപ്ലീറ്റ്ലി മാറ്റണം. ഒരു സെക്കൻഡേ.
അദാനി ഗ്രൂപ്പിൽ വർക്ക് പിന്നെ സംഭവം ഞാൻ പിന്നെ പറയണം ഇന്റർനാഷണൽ ചർച്ച അല്ല എന്റെ റൂമിലുള്ള ജോലിക്കാരുടെ ഞാൻ വരുമെന്ന് ഇട്ടപ്പോ തന്നെ ചോദിച്ചു രണ്ടെണ്ണം കിട്ടിയിട്ടില്ല റിപ്പോർട്ടല്ലേ സാറോട് ചോദിച്ചല്ല കിട്ടാത്തത് ഇത് കുറച്ചാലോ ഏതൊരു പെണ്ണ് ഞാൻ തന്നെ എടുക്കാം വണ്ടി നിങ്ങളുടെ മോഡല്ലേ അത്ര
2 മാസം അത് HTML CSS പെർസെന്റ് പോലെ തന്നെ മാറും സെയിം. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിത് എങ്ങനെ വളരെ സിമ്പിൾ ആണിത് ആക്ച്വലി. ശ്രദ്ധിക്കണം ഇവിടെ, ഇത് നോക്കാം. നമുക്ക് വളരെ സിമ്പിൾ ആണ് ആക്ച്വലി ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യമേ ഇത് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ഡിവ് ഇടാം. വിഡ്ത് 100 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ. ഓക്കെ, പല സ്ക്രീൻ സൈസിൽ നമുക്ക് ഇതിന്റെ കളർ മാറ്റാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഡിവ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ക്രീൻ സൈസ് മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കളർ മാറണം. ഇപ്പൊ നമുക്കൊരു സ്ക്രീൻ സൈസ് ഉണ്ട്. ഓക്കെ ആണല്ലോ, ഏകദേശം 1000-ന് മേളിലാണ്. ഇപ്പൊ തന്നെ ഇവിടെ വരെ എത്തിയപ്പോ തന്നെ എത്രയായി? 1259 അല്ലേ? അപ്പൊ 1300 ഒക്കെ കാണുമായിരിക്കും. ഓക്കെ, നമ്മുടെ ആവശ്യം വെച്ചാൽ സ്ക്രീൻ സൈസ് 1000 താഴെയാണെങ്കിൽ ഇതിന്റെ കളർ ഗ്രീൻ ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് കാണുന്ന ഡിവൈസിന്റെ സ്ക്രീൻ സൈസ് 1000 താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിന്റെ കളർ ഗ്രീൻ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വരിക. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് @media എന്ന് എഴുതുക. ഓക്കെ, @media എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇടുക. സിന്റാക്സ് നോക്കിക്കോ. എന്നിട്ട് പാരാന്തസിസ് ഇടുക. എന്നിട്ട് വിഡ്ത് കൊടുക്കുക. വിഡ്ത് ലെസ് എത്ര? 1000 പിക്സൽ. ഇതറിയില്ല, സിമ്പിൾ അറിയില്ല. ലെസ് ദാൻ 1000 പിക്സൽ. എന്നിട്ടൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊരു ബോക്സ് ആയിട്ട് ആലോചിക്കുക. ഇനി ഇതിനകത്ത് ഞാൻ ആ കേളി ബ്രാക്കറ്റിനകത്താണ് ഇനിയുള്ള കോഡ് ഫുൾ എഴുതേണ്ടത്. ഇനി ഡോട്ട് സൈഡ് ബാർ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ നോട്ട്. ഓക്കെ, ഇപ്പൊ നോക്കിക്കോ, നമ്മുടെ സ്ക്രീൻ സൈസ് 1000 കുറയുമ്പോൾ കളർ മാറിയുണ്ടോ? എങ്ങനെ കാര്യം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന ആലോചിക്കുക. അതായത് ഇത് നിങ്ങൾ ഒരു പെട്ടിയായിട്ട് ആലോചിക്കുക, ഒരു ബോക്സ് ആയിട്ട് ആലോചിക്കുക. ഓക്കെ, അപ്പം ഈ ബോക്സിനകത്ത് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താ? വിഡ്ത് ലെസ് ദാൻ 1000. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ പേജ് നമ്മൾ ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ പേജിന്റെ സൈസ് 1189. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഈ കോഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇത് ആദ്യം സ്റ്റാർ വർക്ക് ചെയ്യും ഇല്ലേ? സൈഡ് ബാർ വർക്ക് ചെയ്യും. വിഡ്ത് 100 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ഇത് വർക്ക് ചെയ്യില്ല. ഈ മീഡിയ ക്വയറി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ ലോക്ക് ചെയ്തേക്കാം. ഇതിനകത്തുള്ള കോഡൊന്നും വർക്ക് ചെയ്യില്ല. ഇതിനകത്തുള്ള കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അപ്പം ഇതിനകത്തുള്ള കോഡ് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാത്തപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സൈഡ് ബാർ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ എന്നുള്ള ആ ഒരു കോഡും വർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ സ്ക്രീനിന്റെ കളർ ആ ഡിവിന്റെ കളർ റെഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സ്ക്രീൻ സൈസ് കുറച്ച് 1000 താഴെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതെല്ലാം അതുപോലെ തന്നെ വർക്ക് ചെയ്യും. മാർജിൻ 0 ആണ്. വിഡ്ത് 100 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്, ഇതും വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇതും വർക്ക് ചെയ്യും. ഇത് ഓപ്പൺ ആണല്ലോ, ഈ സൈഡ് ബാർ വർക്ക് ചെയ്യും. അപ്പം നമ്മൾ ഒരേ ക്ലാസ് വെച്ചിട്ട് സെയിം പ്രോപ്പർട്ടി രണ്ടോട്ടം എഴുതി. ഏതിനായിരിക്കും പ്രയോറിറ്റി? താഴെയുള്ളതിന്. മനസ്സിലായോ? ഇങ്ങനെയുണ്ട്. അതായത് നമുക്ക് ഇത് ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, റെഡ് തന്നെ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ സൈഡ് ബാർ എന്ന് പറഞ്ഞ ക്ലാസ് എഴുതി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് കൊടുത്തു. അപ്പം സെയിം ക്ലാസ്. അപ്പൊ എന്ത്? വിഡ്ത്തും ഹൈറ്റും എടുക്കും, ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കും. പക്ഷെ ഈ സെയിം ക്ലാസ് ആണ്, രണ്ടിലും ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. ഇപ്പൊ ഒന്നിൽ റെഡ് ഒന്നിൽ ഓറഞ്ച് ആണെങ്കിൽ താഴെയുള്ളതിനെ ആയിരിക്കും മാർക്കാവുക. അതായത് ഞാൻ ഇതെടുത്ത് മുകളിൽ ഇട്ടാലോ? മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അതാണ് ശരിക്കും സംഭവിക്കുക. നിങ്ങൾ ഇതൊരു ലോക്കായിട്ട് മനസ്സിലാക്കുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ മീഡിയ ക്വയറി എഴുതുമ്പോൾ നമ്മൾ ഈ ആക്ച്വൽ ക്ലാസിന്റെ മുകളിൽ എഴുതുവാണെങ്കിൽ വർക്കാവില്ല.
കാര്യം ഇപ്പം സ്ക്രീൻ സൈസ് ഇപ്പൊ 800 ആ അതെ 800 ആകുമ്പോൾ ഇത് ഓപ്പൺ ആവും, ഇത് വർക്ക് ആവും, പക്ഷെ എന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് റെഡ് വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എപ്പോഴും മീഡിയ ഇതിന് പറയുന്ന പേര് മീഡിയ ക്വറി എന്നാണ്. നമ്മൾ മീഡിയ ക്വറി എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും അവസാനം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന് മൊബൈൽ ഫസ്റ്റ് അപ്രോച്ച്, ഒന്ന് ലാപ്ടോപ്പ് ഫസ്റ്റ് അപ്രോച്ച്. നമ്മളിപ്പോൾ ചെയ്തത് ലാപ്ടോപ്പ് ഫസ്റ്റ് അപ്രോച്ച് ആണ്. അതായത് നമ്മൾ ആദ്യം ലാപ്ടോപ്പിന് വേണ്ടി എഴുതും, അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കണ്ടീഷൻ എഴുതിയിട്ട് നമ്മൾ മൊബൈലിന് വേണ്ടി അവിടെ സെറ്റപ്പ് എഴുതും. മൊബൈലോ അല്ലെങ്കിൽ സ്ക്രീൻ സൈസ് ചെറുതോ. ഇപ്പൊ മൊബൈലാണ് വേണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എത്ര മീഡിയ ക്വറി വേണം എഴുതാം. അടുത്ത മീഡിയ ഓക്കെ, സ്ക്രീൻ സൈസ് ഞാൻ 400 പിക്സൽ വെക്കുന്നു. എന്നിട്ട് ഇതിന്റെ കളർ ഗ്രീൻ ആക്കുന്നു. ഇപ്പൊ എന്തായാലും സംഭവിക്കുക, നമ്മുടെ സ്ക്രീൻ സൈസ് 1000 മുകളിലാകുമ്പോൾ റെഡ്, 1000 താഴെയാകുമ്പോൾ ബ്ലൂ. ഇനി അവിടുന്ന് കുറഞ്ഞ് 400 താഴെയാകുമ്പോൾ ഗ്രീൻ. കാര്യം 400 താഴെ എന്ന് പറയുമ്പോൾ ഇതും ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്. അപ്പൊ ഏതെടുക്കും? ഏറ്റവും താഴെയുള്ളത്. മനസ്സിലായത്? അതായത് 1000 താഴെ, 400 എന്ന് പറയുമ്പോൾ 1000 താഴെയാണ്, അല്ലെ 400 അല്ല 300 എന്ന് പറയുമ്പോൾ 1000 താഴെയാണ്, 400 താഴെയാണ്. അപ്പം ഇത് ഓപ്പൺ ആണ്, ഇത് ഓപ്പൺ ആണ്, പക്ഷെ ഇതേ എടുക്കുള്ളൂ, കാര്യം ഇതാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പൊ നമ്മൾ സ്ക്രീൻ സൈസ് എഴുതുമ്പം വലിയ സൈസിന് ചെറുതിലേക്ക് എഴുതാം. പറഞ്ഞ മനസ്സിലായോ? ഇത് മുകളിൽ കൊടുത്താൽ സംഭവിക്കാൻ വെച്ചാൽ ഇപ്പൊ ഈ 400 ഞാൻ ഇവിടെ ഇട്ടു, ഈ 400 ഇപ്പൊ തൽക്കാലം വേണ്ട, ഇപ്പൊ 1000 മുകളിൽ ഇടാം. 1000 മുകളിൽ ഇടുമ്പോൾ നിന്റെ സ്ക്രീൻ സൈസ് നീ കുറച്ചു. ഇപ്പൊ എത്ര? 300. ഓക്കെ, 300 എന്ന് പറയുമ്പോൾ 1000 താഴെയാണോ? അതെ, അപ്പൊ ഇത് ഓപ്പൺ ആണ്. അപ്പൊ എന്ത്, ഈ സൈഡ് ബാറിന്റെ കളർ എന്താവും? ബ്ലൂ ആവും. എന്നിട്ട് ആണ് ഈ ക്ലാസ് എടുക്കുക. 100 പിക്സൽ വിഡ്ത് വരും, ഹൈറ്റ് വരും, ബാക്ക്ഗ്രൗണ്ട് കളർ വരും. അപ്പൊ ഏതെടുക്കും? റെഡ് എടുക്കും. കാര്യം സെയിം ക്ലാസ് 2 വട്ടം വന്നാൽ ഏറ്റവും താഴെ ഉള്ളതിന്റെ ആയിരിക്കും എടുക്കുക. അപ്പൊ റെഡ് തന്നെ കിടക്കുള്ളൂ. അത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് റെഡ് തന്നെ കിട്ടുള്ളൂ. മനസ്സിലായി നിനക്ക്? അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ആദ്യം ഒരു മീഡിയ കോഡ് എഴുതുമ്പോൾ താഴെ എഴുതുന്നത്. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് ഫസ്റ്റോ മൊബൈൽ ഫസ്റ്റോ അപ്രോച്ച് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ മിക്കവാറും ഇപ്പൊ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലാപ്ടോപ്പ് ഫസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോണിനനുസരിച്ച് ഇങ്ങനെ മീഡിയ കോഡ് എഴുതിയിട്ട് അതിനെ മാറ്റും. മനസ്സിലായത്? ഇതാണ് മീഡിയ കോഡ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ സേവ് ചെയ്തിട്ടില്ല. ഓരോ സ്ക്രീൻ അനുസരിച്ച് ഫുൾ ലേഔട്ട് വേണേൽ മാറ്റാം, ഫുൾ കോഡ് വേണേൽ മാറ്റാം. ഫോൺ തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. നീ കാണാൻ പോകുന്നത് ഏതായിരിക്കും? ഗ്രീൻ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് അത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കിക്കോ, ഇവിടെ ഒരു ഓപ്ഷൻ കേട്ടോ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഫോണിലോ വേണേലും, ഏത് ഫോണിലോ ലാപ്പിലോ അവിടെ ഇതെങ്ങനെ കാണുന്നുള്ളത് കാണാൻ പറ്റും. കണ്ടോ? സാംസങ് S8 Plus വന്നപ്പോ ഗ്രീൻ, ഇത് ഫോണാ. ഐപാഡ് മിനി വന്നപ്പോ ബ്ലൂ, ഇല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏത് കുറെ ഫോൺസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് ഏത് ഫോണിൽ നമ്മുടെ സൈറ്റ് എങ്ങനെ കാണും എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. iPhone XR ഡിഫറെന്റ്. നല്ലതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഏകദേശം നമ്മളൊരു കണക്കിടാം. ഇപ്പൊ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാത്തിനും ഡിഫറെന്റ് ആണെങ്കിലും ഒരു 400 to 500 ഇടയ്ക്കായിരിക്കും. അങ്ങനെ നോക്കിയാൽ മതി. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഒരു 100 പിക്സലിനൊക്കെ വ്യത്യാസം എന്തായാലും വരുള്ളൂ. ടാബ് എല്ലാം ഏകദേശം ഒരു സൈസ് അല്ലേ, പിന്നെ ഫോണെല്ലാം ഏകദേശം ഒരു സൈസ്. ലാപ്പെല്ലാം ഏകദേശം 1000 മുകളിലായിരിക്കും മിക്ക. അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അല്ലാതെ നമുക്ക് ഓരോ ഡിവൈസിനും വേണ്ടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഡിവൈസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയേ. ഇങ്ങനെ ചെയ്തോ.
നമ്മൾ ഈ ഇന്റേണൽ ചെയ്യുന്ന എല്ലാ പരിപാടിയും എക്സലിലും വരും. നമ്മൾ ആ കൊടുക്കുന്ന വാല്യൂ ഇല്ലേ, ഇപ്പൊ 1000 പിക്സൽ 400 പിക്സൽ, അതിന് പറയുന്ന പേരാണ് ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റ് അതിന് പറയുന്ന പേരാണ്, ആ നമ്മൾ ആ കൊടുക്കുന്ന വാല്യൂ ഇല്ലേ, അതിന് പറയുന്ന പേരാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ 2 ബ്രേക്ക് പോയിന്റ്സ് ആയിട്ടുണ്ട്, ഒന്ന് 1000 ഒന്ന് 400. കണ്ടീഷൻ. അപ്പൊ നമ്മളിപ്പോ ഒരു സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ 2 ബ്രേക്ക് പോയിന്റ്സ് കൊടുക്കുക. ഒന്ന് മെയിൻ ഉള്ള, അത് ബ്രേക്ക് പോയിന്റ് ഇല്ല. ഒന്ന് നമ്മളിപ്പോ ലാപ്ടോപ്പ് ഫസ്റ്റ്, പിന്നെ നമ്മൾ ടാബിന് വേണ്ടിയിട്ട് ബ്രേക്ക് പോയിന്റ് കൊടുക്കും. ചിലപ്പോൾ അത് ഏകദേശം 700 സംതിങ് ആയിരിക്കും. പിന്നെ അതിന്റെ താഴെ 400 സംതിങ്ങിൽ നമ്മൾ ഫോണിന് കൊടുക്കും. ഇത് മനസ്സിലായപ്പോ? അപ്പൊ നമുക്ക് ആ സൈറ്റ് ചെയ്താലോ റിയാക്ടിന്റെ.
ഓക്കെ, നോക്കിക്കോ, നമുക്ക് ചെയ്യാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഈ സൈറ്റ് ചെയ്യാം. അപ്പൊ ഈ സൈറ്റ് ചെയ്യുമ്പം ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞോ? ടാസ്ക് എത്ര നമ്മുടെ ഇനിയുള്ള ടാസ്ക്? 5 കിട്ടിയാ ആണോ? അല്ല, 5 പോട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ നവബാറ. ഓക്കെ, ഈ നവബാർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ റെസ്പോൺസീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെസ്പോൺസീവ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സൈസ് കുറച്ച് വരുമ്പോഴത്തേക്കും ആദ്യമേ ഈ 4 സാധനങ്ങൾ ഒന്നിച്ചങ്ങ് പോകും. അപ്പൊ അത് ഒന്നിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അതൊരു ഡിവ് ആക്കി ഇടുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അത് ആ 4 സാധനം ഒരു ഡിവിൽ ഇടുക. അതുപോലെ കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ സെർച്ച് ബാർ പോകും. ഈ 3 ഐറ്റം ഇവിടെ കാണും ഇല്ലേ? അപ്പം ഇതിന് ഏകദേശം ഒരേ സ്പേസ് ആയിരിക്കും ഇതിനുള്ളത്. ഇതിന് ഡിഫറെന്റ് സ്പേസാ അല്ലേ? ഇത് രണ്ടും സെയിം ഡിഫറെന്റ് അല്ല. ഓക്കെ, ഇതൊരു ഡിവും ഇത് വേറൊരു ഐക്കണായിരിക്കും. അതായത് ഇത് രണ്ടും ഒന്നാ. ഇത് പിന്നെ എക്സ്ട്രാ വരുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ എന്ത് ചെയ്യുക, നമ്മൾ ഏതൊക്കെ ഡിവ് എങ്ങനെ കഴിയണമെന്നുള്ള ആലോചിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ആദ്യമേ ഇവിടെ ഒരു ഐക്കൺ വേണം, പിന്നെ ഇത് രണ്ടും ഒരു ഡിവ്. ഓക്കെ, അപ്പം ഒരു ഡിവായി. പിന്നെ സെർച്ച് ബാർ മൊത്തത്തിൽ ഒരു ഡിവ്, പിന്നെ ഈ ലേൺ റെഫറൻസ് കമ്മ്യൂണിറ്റി ബ്ലോക്ക് അതൊരു ഡിവ്, പിന്നെ ഈ ഐക്കൺസ് ഒരു ഡിവ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ബോഡി ഇട്ടു. ഓക്കെ, ഇനി വേറെ കാര്യം, നമ്മൾ ഈ നവബാർ ചെയ്യില്ലേ, നവബാർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ എഴുതുക, ഡോട്ട് നവബാർ, ഒരു ഡിവ് ഇടും. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് നവബാർ എഴുതാൻ വേണ്ടി നമുക്ക് നാവ് എന്ന് പറഞ്ഞ ടാഗ് ഇടാം. ഇങ്ങനെ ടാഗ് ഉണ്ട്, ഇത് നവബാറിന് വേണ്ടി മാത്രമുള്ള ടാഗാണ്. ഇത് ഇട്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒന്നുമില്ല, ഡിവ് പോലെ തന്നെ നമ്മൾ സ്റ്റൈൽ എടുക്കണം. നമ്മൾ നാവ് ഇട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ബ്രൗസറിന് മനസ്സിലാവും ഇത് നാവാണ് എന്നുള്ളത്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇട്ടു സ്റ്റൈൽ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പം ആദ്യം നമുക്ക് എന്തൊക്കെ ചെയ്യണം, സ്റ്റാർ, മാർജിൻ 0, ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ്. നീ ഉപയോഗിക്കുന്ന ഫോണ്ട് ഏതാ നോക്കിയായിരുന്നത്? ഏതാ? അതാണോ? ഇവരേതാണോ ഉപയോഗിക്കുന്നത്? എനിക്ക് പിന്നെ അതെന്താ ഞാൻ നോക്കുന്നില്ല. അപ്പൊ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ഫോണ്ട് കോപ്പി ചെയ്യാം. നമ്മൾ ഓൾറെഡി ആ ഫോണ്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എവിടെയോ. സയൻസ് ഉണ്ട് അത്. ഞാൻ അവിടെ പോയി കോപ്പി ചെയ്യുന്നില്ല, ആ ലിങ്ക് തന്നെ കോപ്പി ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യ സയൻസ് കോപ്പി ചെയ്തിട്ട് അത് സ്റ്റാറിലും കൊടുക്കാം. സ്റ്റാറിൽ കൊടുത്താൽ എല്ലാത്തിനും അത് അപ്ലൈ ആവും. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാവ് അല്ലേ, നാവ്. ഓക്കെ, അതിന്റെ ഹൈറ്റ് കൊടുക്കണം. ഇവരെത്ര ഹൈറ്റ് കൊടുത്തേക്ക് നോക്കിയായിരുന്നു? നമുക്കൊരു ഉദ്ദേശം കൊടുക്കാം, ഹൈറ്റ് 55 പിക്സൽ. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ? ബ്ലാക്കിന് ഷെയ്ഡാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേ കളർ പിക്കർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോമിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, കളർ പിക്കർ, കളർ പിക്ക് ഐ ഡ്രോപ്പർ. ഇതെങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, കളർ ഐ ഡ്രോപ്പർ എക്സ്റ്റൻഷൻ. അപ്പൊ നിങ്ങൾക്ക് ക്രോമിന്റെ വെബ് സ്റ്റോർ ഉണ്ട്, അവിടെ കയറാൻ പറ്റും. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റും. ഇവിടെ ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ ഇത് ആഡ് ആവും എക്സ്റ്റൻഷൻ ആയിട്ട്. കളർ പിക്ക് ഐ ഡ്രോപ്പർ. ഇവരൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്,
This extension may soon no longer be supported because it doesn't follow best practices for. നമുക്ക് വേറൊന്നും എടുക്കാം. ഇത് വേറൊന്നുണ്ട്. നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാം. കളർ പിക്കർ ആൻഡ് ഐ ഡ്രോപ്പർ മറ്റേത് റിമൂവ് ചെയ്യാം. ഞാനത് റിമൂവ് ചെയ്തു. ഇത് ആഡ് ചെയ്യാം. അതാണായി. ഓക്കെ ഓക്കെ, അത് ആഡ് ചെയ്തു. നോക്കിക്കോ, നമുക്ക് ആദ്യമേ ഈ കളർ ഏതാണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടി നോക്കിയേ, ഞാനത് ചൂസ് ചെയ്തു. ചൂസ് ചെയ്തിട്ട് ചൂസ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനകത്ത് ഐ ഡ്രോപ്പർ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഉണ്ട് ആ കളറിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കളർ കാണിച്ചു തരും. ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ കളർ എനിക്ക് കിട്ടി. ഞാനിത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അല്ലേ, സെയിം കളർ അല്ലേ, കളർ വന്നു. മനസ്സിലായത്? നമ്മൾ കളർ ഇട്ടു. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കിനി ആ ഹാംബർഗർ ഐക്കൺ വേണം ആദ്യമേ. അതിൽ ആദ്യം വരണ്ടേ? അപ്പൊ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് അത് ഇട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് നാവിനകത്ത് ആദ്യമേ മറ്റേ ഐക്കൺ ആണ് വരേണ്ടത്, ഹാംബർഗറിന്റെ ഐക്കൺ അല്ലേ. അതിപ്പോ ഇല്ലെങ്കിലും അതുണ്ട് സാധനം, അത് ഹൈഡ് വെച്ചേക്കുക അല്ലേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം ഈ ഐക്കൺ ഇടാം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് ഓസം CDN. എടുത്തു. എന്ത് ചെയ്യാം? ഫോണ്ട് ഇപ്പൊ മെനു ബാർസ്. ഞാൻ എന്ത് ചെയ്തു? ഇത് കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിട്ടു. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സാധനം വന്നിട്ടില്ല. വന്നിട്ടുണ്ട് ഇവിടെ. കളറൊക്കെ മാറ്റണം അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് FA പാർസ് കളർ വൈറ്റ്. ഫോണ്ട് സൈസ് കൂട്ടണം അല്ലേ. ഫോണ്ട് സൈസ് 20. സീമാൻ തോന്നുന്നു. ഓക്കെ, ആയി. ഇനി എന്ത് ചെയ്യണം? അടുത്ത ഇടാം. നമുക്ക് അലൈൻ ചെയ്യാം, കാസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഇത്. അപ്പൊ ഇത് രണ്ടും ഒരു ഡിവിനകത്താണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഡോട്ട് ലോഗോ ഇഷ്ടമുള്ള പേര് എടുക്കാം. ഇനി നിങ്ങൾ എവിടെ ഇമേജ് എടുത്തേ? അവിടെ ഉണ്ടല്ലേ, ഫോണ്ടോസിലുണ്ടോ? എനിക്ക് പിന്നെ അതെടുക്കാം. ആണോ? സെയിം അല്ലേ? അല്ലല്ലേ. അപ്പൊ ഇതാണ് എടുക്കാൻ പോട്ടെ. കോപ്പി ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെന്താ ഉള്ളത്? പിന്നൊരു സ്പാൻ ടാഗ് ആയിരിക്കും. V18.3. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇങ്ങനെ വന്നു. സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യമേ ഇതിന്റെ കളർ മാറണം. അതിനായിട്ട് ഡോട്ട് റിയാക്ട് കളർ. നമുക്ക് കളർ നോക്കാം ഏതാ കളർന്ന്.
കളർ കിട്ടി. കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതൊന്നും ഇനി അതിന്റെ സൈസും കൂട്ടണം അല്ലേ? അതിന്റെ സൈസ് കുറച്ച് വലുതാ. നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഫോൺ സൈസ് കൊടുക്കാം. ഇത് പോരാ, ഓക്കെ 40 കൊടുത്തു. ഓക്കെ, നമുക്ക് അതിന്റെ അലൈൻമെന്റ് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സൈഡിലും ഒരു സ്പേസ് ഉണ്ട്. അത് വരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നാവിന് പാഡിങ് കൊടുക്കാം. ടോപ്പ് 0, ബോട്ടം 0, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരെ 20 പിക്സൽ. രണ്ട് സൈഡിലും ഇതിനൊരു സ്പേസ് വരും. ഇവിടെ വരും, ഇവിടെ എലമെന്റ് വരുമ്പോൾ അവിടെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നാവിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം അല്ലെ, അലൈൻ ഐറ്റംസ് സെന്റർ കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഐക്കൺ വന്നു, ഇത് വന്നു, ഇനി അത് ബാക്കി കറക്റ്റ് ചെയ്യണം. ഇനി ഇവ തമ്മിലെല്ലാം ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇല്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇല്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, 10 പിക്സൽ ഗ്യാപ്പായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് കണ്ടോ, ഈ സ്പാൻ ടാഗ് ഇതിനകത്ത് സെന്റർ ആക്കണം, അതിന്റെ കളർ മാറ്റണം ഇല്ലേ. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സ്പാൻ ടാഗ് കിടക്കുന്നത് ലോഗോ എന്ന് പറയുന്ന ഒരു ഡിവില. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സ് അലൈൻ ഐറ്റം സെന്ററായി. ഇനി അവ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പ് 5 പിക്സൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കളർ മാറ്റണം. അതിന്റെ കളർ വേറൊരു കളറാണ് അല്ലേ. അപ്പൊ അത് മാറ്റാൻ വേണ്ടി പിന്നെയും ഐപിക്കർ സ്പാൻ ആയ ക്ലാസ് കൊടുക്കാം. നമ്മൾ ഇത് പറഞ്ഞായിരുന്നു ഡോട്ട് ലോഗോ സ്പേസ് സ്പാൻ, ഇല്ലല്ലോ, ഇല്ല ഇവിടെ നമുക്കിപ്പോ ക്ലാസ് കൊടുക്കാം. വേർഷൻ ഓക്കെ, പക്ഷെ അതിന്റെ ഫോണ്ട് സൈസ് അത്ര ഇല്ല അല്ലേ. ഫോണ്ട് സൈസ് 14 പിക്സൽ. മതി. നല്ല ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം കറക്റ്റ് ആയി തോന്നും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൽ ഹോവർ ചെയ്യുമ്പോൾ ഇതേപോലെ സംഭവിക്കണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, വേർഷന് ഹോവർ കൊടുക്കാം. ഹോവർ കളർ എന്ത് ചെയ്യുക, ഈ കളർ ആക്കാം. അല്ലേ, അതുപോലെ ടെക്സ്റ്റ് ഡെക്കറേഷൻ അത് നമ്മൾ പഠിച്ചായിരുന്നോ, അണ്ടർലൈൻ വരാനുള്ളതാണ്. ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ കൊടുത്താൽ മതി. നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ അല്ലേ, കണ്ടോ, അതും ആയി. ഓക്കെ, ഇനി അടുത്ത എന്താ, സെർച്ച് ബാർ വരണം. സെർച്ച് ബാർ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഡിവ് ഡോട്ട് സെർച്ച് ബാർ. ഓക്കെ, പിടിപെട്ടു. ഇതിനകത്ത് എന്തൊക്കെ വേണം, ഇൻപുട്ട് ടാഗ് വേണം. അപ്പൊ ആദ്യം എന്താ പറയണ്ടേ, ഐക്കൺ, സെർച്ചിന്റെ ഐക്കൺ വേണം. അപ്പം അത് എവിടെ നിന്ന് എടുത്തേ, സെർച്ച്. ഇതെല്ലാം കറക്റ്റ് സെയിം അല്ല കേട്ടോ ഐക്കൺസ് ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ തപ്പി എടുക്കേണ്ടി വരും. ഓക്കെ, ഐക്കൺ വന്നു, ഇൻപുട്ട് ടാഗ് വന്നു, പിന്നെ ഇതാണുള്ള ആ കെയും എമ്മും അല്ലേ, കൺട്രോളും.
അതിന് ഇതല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്പാൻ ടാഗ് ഇടാം. അതിൻ്റെ കിട്ടും. ഓക്കെ, ഇത്രയും സാധനം ഉണ്ട് ഇതിനകത്ത്. ഇതെങ്ങനെ വന്നു നോക്കാം. അതെ, ഇത്രയും സാധനമുണ്ട് ആണല്ലോ. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ കേസിൽ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോടടുത്തുണ്ടല്ലേ, 55. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യമേ ആ ഡിവിനെ സെർച്ച് ബാറിന് സ്റ്റൈൽ ചെയ്യാം. ഡോട്ട് സെർച്ച് ബാർ. തൽക്കാലം അത് കാണാൻ വേണ്ടി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു ഓറഞ്ച്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വിഡ്ത്ത് കൊടുക്കുന്നു 55%. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഇൻപുട്ടിനെ സ്റ്റൈൽ ചെയ്യാം. ഇൻപുട്ട് വിഡ്ത്ത് 100%. ഓക്കെ, അപ്പൊ അത് മാക്സിമം ആയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇൻപുട്ട് ടാഗിനകത്താണ് നമുക്ക് ഇതെല്ലാം കാണേണ്ടത്. നമുക്ക് ആദ്യം ഇൻപുട്ട് ടാഗിനെ സെറ്റ് ചെയ്യാം. ഇൻപുട്ട് ടാഗിന് കുറച്ച് നല്ല വീതിയുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടാഗിന് പാഡിങ് കൊടുക്കാം. ടോപ്പും ബോട്ടവും 10 പിക്സൽ, ലെഫ്റ്റും റൈറ്റും. ഓക്കെ, അതിൽ കൊടുത്തു നോക്കാം. ഇത്രയും അല്ലേ. ഓക്കെ, ഇത്രയും വീതി കൊടുത്തു, പാഡിങ് കൊടുത്തു, അത് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബോർഡർ നൺ കൊടുക്കാം. ബോർഡർ കളയാം, ബോർഡർ നൺ. ബോർഡർ റേഡിയസ് ഉണ്ട് അതിന്. എത്ര കൊടുത്തു നിങ്ങൾ? 10 ആണോ? 10 പോരാ. ഓക്കെ, 20 കൊടുത്തു കേട്ടോ. ഓക്കെ, അത് ഇട്ടു. ഇനി എന്ത് ചെയ്യണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം ഇല്ലേ. അപ്പം അതെങ്ങനെ മാറ്റും? കിട്ടിയില്ലെന്ന് തോന്നുന്നു. ആ തന്നെ, ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കളറിന്. അത് തോന്നുന്നതാണ്. ഓക്കെ, അത് കൊടുത്തു. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഇത് ബാഗിൽ കടന്ന് പോകാം. എന്തോ ലൈറ്റ് ആക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. കറക്റ്റ് കിട്ടുന്നുണ്ടോ? പക്ഷെ മറ്റേ നേരത്തെ കാണിച്ചൊരു പാക്കേജ് ഇല്ലേ, അത് കറക്റ്റ് കിട്ടും. കുറച്ച് ലൈറ്റ് അല്ലേ. അതൊക്കെ കേട്ടെ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു ഷീറ്റ് വരെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിലില്. ശരിയോ? ഓക്കെ, ഈ ഐക്കൺ നമുക്ക് ആദ്യം ഹൈഡ് വെക്കണ്ടേ? ഈ ഐക്കൺ ആദ്യം വേണ്ട ഇല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമേ ഐക്കൺ ഹൈഡ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഐക്കണിന്റെ ക്ലാസ് ഏതാ? ഫെബാർസ് അല്ലേ. എന്ത് കൊടുക്കാം? ഡിസ്പ്ലേ ഐക്കൺ പോയി. ഓക്കെ ആണല്ലോ. അപ്പൊ ഏകദേശം കറക്റ്റ് ആയി. മെയിൽ സ്റ്റാർട്ട് ചെയ്തു ഷീറ്റിന്റെ അവിടെ വരെ, ഇതും മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഷീറ്റിന്റെ അവിടെ വരെ, കറക്റ്റ് ആയി വിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്തുള്ള ഐക്കൺസ് ഒക്കെ സെറ്റ് ചെയ്യണം ഇല്ലേ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ ആദ്യമേ നമ്മുടെ ആ സെർച്ച് ബാർ ഉണ്ടല്ലോ, അതിന് എന്ത് കൊടുക്കാം? പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള ഓരോ ഐക്കൺസ്, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഏതാ, ഈ ഐ ടാഗ് FA മാഗ്നിഫൈയിങ് ഗ്ലാസ്, അതിന് പൊസിഷൻ, അതിന് അതേ കളർ കൊടുക്കാം. കളർ
കളർ കൊടുത്തു. ഓക്കെ, കളറായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ അവിടെ കറക്റ്റ് ആയിട്ട് ഈ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, അപ്പൊ അവിടെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമുക്ക് മറ്റേ സാധനങ്ങൾ ഈ സ്പാനിന് ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഇൻപുട്ട് ഐക്കൺ. ഓക്കെ, ആ ഇൻപുട്ട് ഐക്കണും ഡോട്ട് ഇൻപുട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് പൊക്കോളും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഐക്കണിന്റെ ഇതിനകത്ത് കൊണ്ടുവെക്കണം അല്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യാം? അതിന് ഒരു അല്ല, നമുക്ക് പൊസിഷൻ വെച്ച് ചെയ്യാം. ഒരു ലെഫ്റ്റ് 10 പിക്സൽ, ടോപ്പ് ഒരു 5 പിക്സൽ. ഒന്നില്ലേ? കുറച്ചുകൂടെ സ്പേസ് ലെഫ്റ്റിൽ നിന്നൊരു 15 പിക്സൽ. അത് കറക്റ്റായി. ഇനി അടുത്ത എന്താ? ഇതുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഔട്ട്ലൈൻ വരുന്നുണ്ടോ? അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? നമ്മൾ ഇൻപുട്ട് ടാഗിന് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് രണ്ടും കൊടുത്താൽ മതി. പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരില്ല, ഔട്ട്ലൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വെക്കണ്ടേ? ഇത് ബാക്കി രണ്ട് സാധനം. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റൈൽ ചെയ്യാം. അപ്പം അതിനും ഏതാ? അത് നമുക്ക് പ്ലേസ് ഹോൾഡർ കൊടുക്കാം അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാഗിന് പ്ലേസ് ഹോൾഡർ സെർച്ച് അല്ലേ? സെർച്ച് വന്നു. അപ്പൊ സെർച്ച് വന്നെങ്കിൽ നോക്കി ഐക്കൺ ഇവിടെ ഇങ്ങോട്ട് നീക്കി വെക്കണം. എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാഗിന് ശരിക്കും പാഡിങ് കൊടുത്താൽ മതി. ടോപ്പും ബോട്ടം ഉണ്ട്. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ഞാൻ ഇവിടെ 30 പിക്സൽ കൊടുക്കുന്നു. കണ്ടോ? ആ പാഡിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് വരുള്ളൂ. നമുക്കൊരു 40 പിക്സൽ 50 പിക്സൽ കൊടുക്കാം. അത്ര വേണ്ട, 40 പിക്സൽ. കണ്ടോ? ഇനി അതിന് സൈസ് കൂട്ടണം. നമുക്കൊരു ഇൻപുട്ട് ടാഗിന്റെ പ്ലേസ് ഹോൾഡർ നമുക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ടാഗ് എന്ന് കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് കോളം കൊടുക്കുക, എന്നിട്ട് പ്ലേസ് ഹോൾഡർ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പ്ലേസ് ഹോൾഡറിനെ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പം ഫോണ്ട് സൈസ് ഒരു 18, ഇത്ര വേണ്ട, ഒരു 17 പോരെ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്തു. സെർച്ച്. പിന്നെ കളർ വ്യത്യാസമുണ്ട് കേട്ടെ. ഓക്കെ, അടുത്ത് എന്താ വേണ്ടേ? ഇനി നമുക്ക് ഇവിടെ ഈ ഐക്കൺസ് വരണം. അപ്പൊ അത് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം? അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മളിവിടെ ഇൻപുട്ട് ഐക്കൺസ് രണ്ട് ഐക്കൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് കളർ കൊടുക്കാം. കളർ ഇതേ കളർ ആഷ് 8. അത് വന്നു. ഇനി അതിന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാം? അല്ല, ഒരു ബോക്സ് ഷേപ്പ് ഉണ്ടല്ലോ, ബോക്സ് ഷേപ്പ്. പാഡിങ് കൊടുക്കാം. പാഡിങ് 5 പിക്സൽ, തൽക്കാലം 5 പിക്സൽ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് അല്ല, ഒറിജിനൽ ഷെയ്ഡ്. ഒക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ അതുകൊണ്ട്, പക്ഷെ ഒറിജിനൽ ഷെയ്ഡ് ഒക്കെ അകത്തൊക്കെ ഇടാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതും അകത്തേക്ക് വരണം. അപ്പൊ അതിനെന്ത് ചെയ്യാം? ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് കൊടുക്കണം അതിനെ മൂവ് ചെയ്യാൻ വേണ്ടി. രണ്ട് സ്ഥലത്താണ്. അതെ, ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അത് മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇതിന് CMD എന്ന് കൊടുക്കാം, ഇതിന് K എന്ന് കൊടുക്കാം. രണ്ട് ക്ലാസ് .cmd. ഓക്കെ,
ലെഫ്റ്റ് റൈറ്റ് 10 പിക്സൽ കൊടുത്തു. ആദ്യം വരുന്ന ഏതാ? ആദ്യം CMD പിന്നെ കെ. ഓക്കെ, അടുത്ത എന്താ? അപ്പൊ ഇതിനൊരു ഞാൻ 30 എടുത്തു. നമുക്ക് കറക്റ്റ് ചെയ്യാതെ .k റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സൈസ് കുറയ്ക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഫോണ്ട് സൈസ് കുറയ്ക്കാം. ഫോണ്ട് സൈസ് 14 പിക്സൽ പോരാ. ഇനി പറയണം അല്ലേ? 11 പിക്സൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ആ ഷേപ്പ് കറക്റ്റ് ആക്കണം ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാഡിങ് ഇൻഡിവിജ്വലി ഇതിന് കൊടുക്കാം. അതിന് CMD ഞാൻ പാഡിങ് കൊടുക്കുന്നു. ഇത്രയും വേണ്ട. വളരെ പൊടിയാണല്ലേ. ഇനി ബോർഡ് റേഡിയസ് ഉണ്ട്. ബോർഡ് റേഡിയസ് എത്രയാണ് കൊടുത്തേ? 5 ആണോ? അത് കൊടുത്തു. ഇനി അതുപോലെ ഈ കെയും അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യണം. അതിനായിട്ട് കെയുടെ ഷേപ്പ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണം. ഏത് ശരിയല്ലേ? കാണുന്നില്ലെങ്കിൽ ബാക്കി കൊടുക്കോ? അതെ, അത് എനിക്ക് ഇതിന്റെ ലൈറ്റിങ് കറക്റ്റല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഇതിന് രണ്ടിനും ടോപ്പ് കൊടുക്കാം. ടോപ്പ് 5 പിക്സൽ കൊടുക്കാം. 7 പിക്സൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനിടയ്ക്ക് ഗ്യാപ്പ് വരണം അല്ലേ? അപ്പൊ നമുക്ക് അതിന് കാര്യം ചെയ്യാം. കുറച്ചും കൂടി നീക്കി വെക്കാം. ആയില്ലേ? അവസാനമായി. ഇത്രല്ലേ ഉള്ളൂ. നമ്മൾ അത് വെച്ചു. ഇനി അടുത്ത് എന്താ? ലേൺ റെഫറൻസ് കമ്മ്യൂണിറ്റി ബ്ലോക്ക് അല്ലേ? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഡിവ് കൊടുക്കാം. മെനു ഐറ്റംസ് ടാഗ്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ മെനു ഐറ്റംസിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. അതിന് കളറ് വൈറ്റ് ആണല്ലേ? ഡിസ്പ്ലേ ഫ്ലെക്സ് കുറച്ച് കൂടുതൽ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 24 20. ഇത് എവിടെ തൊട്ട് വരും? ഇത് ഷീറ്റ് തൊട്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. മൊത്തത്തിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂട്ടാം. വരെ മതി. ഇത് ആ ഫോണിന്റെ കൂടെ ഉണ്ട്. ഫോണിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇച്ചിരി അടുപ്പിച്ച് ചെയ്ത്. ഓക്കെ, അപ്പൊ അതിട്ടു. ഇനി എന്ത് വരണം? ഇതുകൂടെ വരണം. അപ്പൊ ഇതിന് ഹോവർ ഉണ്ട്. പിന്നെ ഹോവർ നമുക്ക് ആഡ് ചെയ്യാം. ഇതിന് ഹോവർ വരുത്താൻ വേണ്ടി മെനു ഐറ്റംസ് പി അല്ലേ? പിന്നെ ക്ലാസ് കൊടുക്കാം. ഐറ്റം പി അല്ലെ? ബാക്കിയുള്ള എല്ലാ പി ടാഗിനും എഫക്റ്റ്. വേറെ പി ടാഗ് ഇല്ലല്ലേ? എന്നാലും ക്ലാസ് കൊടുത്ത് ചെയ്യാം. മെനു ഐറ്റംസ് അതുള്ള ഓരോ പി ടാഗിനല്ലടാ.
നീ മെനു ഐറ്റംസ് കൊടുത്താൽ മൊത്തത്തിൽ ആ മെനു ഐറ്റംസിന് എല്ലാത്തിനോടും ഹോവർ. ശരിക്കും ഇതിന് സിമ്പിൾ വേ ഉണ്ട്, അത് പറയാൻ വിട്ടു, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇങ്ങനെ നമുക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം സ്റ്റൈൽ ചെയ്യാം. ഓരോ പി എ അല്ല ഐ ഡി വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലെ ഇപ്പൊ അങ്ങ് പറയാം. ഓക്കെ, നമുക്ക് വേണമെങ്കിലേ ഇപ്പൊ നോക്കേ, ഈ 4 പി ഉണ്ടല്ലോ, ഈ 4 പിയും കിടക്കുന്ന എവിടെയാ? മെനു ഐറ്റംസിനകത്താ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നാവിനൊക്കെ പുറത്തൊരു പി എഴുതി ഹലോ. അപ്പൊ ഇവിടെ ഒരു പി ഉണ്ട് ഹലോ. ഓക്കെ, ഞാൻ ഈ പി ടാഗിനെ സ്റ്റൈൽ ചെയ്യാന്ന് വെച്ചാൽ പി ടാഗ് പി എന്ന് പറഞ്ഞു കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് എന്ന് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാ പിയുടെയും ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് ആവും അല്ലേ? എന്റെ ആവശ്യം എന്താ? എനിക്ക് ഈ മെനുവിനകത്തുള്ള പിയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് വെച്ചാൽ ഇപ്പം ഈ നോക്കിയേ, ഈ ഡിവിനകത്തുള്ള പീസിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കളർ അഫക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഇങ്ങനെ എഴുതാം. അതായത് പി കൊടുക്കുമ്പോൾ ഡോട്ട് മെനു ഐറ്റംസ് സ്പേസ് പി ഇങ്ങനെ കൊടുത്തതിനർത്ഥം മെനു ഐറ്റംസ് എന്ന് പറയുന്ന ക്ലാസ് ഉള്ള എലമെന്റിനകത്തുള്ള പി. അതായത് ഇതിന് സെലക്ട് ആയില്ല, കണ്ടോ? ഇങ്ങനെ വേണേ സ്റ്റൈൽ ചെയ്യാം. മനസ്സിലായത്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അർത്ഥം വെച്ചാൽ മെനു ഐറ്റംസ് എന്ന് പറഞ്ഞ ക്ലാസ് ഉള്ള ഏത് എലമെന്റോ ആവും, ഈ ക്ലാസ് ഉള്ള ഏത് എലമെന്റ് ഉണ്ടോ അതിനകത്തുള്ള പിക്ക് മാത്രം അഫക്ട് ചെയ്യാം. അപ്പൊ നോക്കിയാൽ മെനു ഐറ്റംസ് എന്ന് പറയുന്ന ക്ലാസ് ഉള്ള പി, ഇതിനകത്തുള്ള പീസിന് മാത്രമേ അഫക്ട് ചെയ്യുള്ളൂ, ഈ പിക്ക് വന്നില്ല. പൊതുവെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ക്രിപ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ പിന്നെ അത് പറയാത്തോണ്ട് ഞാൻ ഇത്രയും ക്ലാസ് ചെയ്തതാ. അത് ക്ലാസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പം ഇത് അങ്ങനെ ചെയ്യാം അല്ലേ? മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിനൊരു ഹോവർ വരണം. അപ്പം നമുക്ക് ഹോവർ വരുത്താം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോട്ട് മെനു ഐറ്റംസിനകത്തുള്ള പിക്ക് ഹോവർ. ഹോവർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ബാക്ക്ഗ്രൗണ്ട് കളർ ഈ കളർ ആവണം അല്ലേ? അപ്പൊ നമുക്ക് ഇൻപുട്ടിന്റെ കളർ എടുക്കാം. ഓക്കെ, ഞാൻ കൊടുത്തു. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കാര്യം അതിനെന്തില്ല, ഒരു പാഡിങ് ഇല്ല. ഇപ്പൊ ഇത് കാണുന്നുണ്ട്, ആവുന്നുണ്ട്, സ്ക്രീൻ നോക്കി കാണാം. പക്ഷെ അത് അത്രേ ഉള്ളൂ, അറ്റത്തേ ഉള്ളൂ. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ വലുതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പാഡിങ് വേണം. അപ്പൊ പാഡിങ് നമ്മൾ ഓവറിൽ കൊടുക്കരുത്. ഓവറിൽ പാഡിങ് കൊടുത്താൽ ഓവർ ചെയ്യുമ്പോൾ പാഡിങ് വരും. നോക്കോ, 10 പിക്സൽ 15 പിക്സൽ ഇങ്ങനെ കൊടുത്തു വെച്ചാ അപ്പൊ സംഭവിക്കതേ ഇങ്ങനെ ആയിപ്പോ. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പാഡിങ് ഓൾറെഡി അതിനെ കൊടുത്തു വെക്കുന്നു. പാഡിങ് ഉണ്ട് ഓൾറെഡി അതിന്. ഓക്കെ, നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ കളർ മാത്രം വരും. കണ്ടോ? ഓക്കെ, നമുക്ക് ഇത്രയും പാഡിങ് കൊടുത്തതിന് ശേഷം കൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാം. ഇത്രയും വേണ്ട. കണ്ടോ? നമുക്ക് എന്ത് ചെയ്യണം? ബോർഡർ റേഡിയസ് കൂടെ മാറ്റണം അല്ലേ? ബോർഡർ റേഡിയസ് എത്ര കൊടുത്തിരുന്നത്? 5 പിക്സൽ. കുറച്ച് കേട്ടോ, 30. അതെ, നല്ല രീതിക്ക് ഇത് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 30 എടുത്തു. കണ്ടോ? അത് അപ്ലൈ ആയി. അതുപോലെ തന്നെ ഇത് ഹോവർ ചെയ്യുമ്പോൾ കണ്ടോ അതിന്റെ കർസർ നോക്കിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കർസർ പോയിന്റർ അത് സെറ്റായി. ഇനി അടുത്ത എന്ത് വേണം? ഐക്കൺസ് അല്ലേ? ഇത്രയും സ്പേസ് വേണ്ടതിന്. ഇത് ഡോക്സ് വരെ ഉള്ളൂ, ഇത് കുറച്ച് കൂടിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാം? നാവിന്റെ ഗ്യാപ്പ് കുറയ്ക്കാം. ഒരു 9 പിക്സൽ. നാവിന്റെ ഗ്യാപ്പ് കൂടെ കുറച്ച് കുറയ്ക്കാം. പക്ഷെ നാവിന്റെ ഗ്യാപ്പ് കുറയ്ക്കണ്ട. നോക്കിയേ, ഇത് കറക്റ്റാ. ഇത് ഈ ലെവലോ നമ്മൾ കൊടുത്ത് കറക്റ്റ് ചെയ്താ 50% കൊടുത്ത് ഏകദേശം കറക്റ്റായി. നമ്മൾ കൊടുത്തപ്പോ തന്നെ ഉദ്ദേശം വെച്ച് കൊടുത്താ പെർസെന്റ് കൊടുത്ത. ഇതൊരു 6 മതി. ഇനി എന്ത് വേണം? ഐക്കൺസ് അല്ലേ? ഐക്കൺസ് കിട്ടിയായിരുന്നു നിങ്ങൾക്ക്?
അപ്പൊ നമുക്ക് അത് അങ്ങനെ അടിയാം. സണ്ണ് ഏതൊക്കെയുള്ള സണ്ണ് ഇതല്ലേ 12 ഡിവ് ആണല്ലോ. ഐക്കൺസ് സണ്ണ് പിന്നെ ലാംഗ്വേജ് അല്ലേ. ഇതാണോ? അത് മതി. പിന്നെ ഗിറ്റ്ഹബിന്റെ അല്ലേ. ഓക്കെ, അത് 3 കിട്ടും. ഇനി അതിനും കളറുണ്ട് അല്ലേ, അതും വൈറ്റ് തന്നെ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഐക്കൺസിനകത്തുള്ള ഐ ടാഗ് അല്ലേ, 3ന് ഒരേ ഇത് വരാൻ വേണ്ടി ഡോട്ട് ഐക്കൺസിനകത്തുള്ള ഐ ടാഗിന്റെ കളർ വൈറ്റ് ഇത്രയും ചെയ്താൽ മതി. എളുപ്പമായില്ലേ? അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ക്ലാസ്സിന് കളർ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ അതിനും എന്തുണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്. ഫോണ്ട് സൈസ് 17. ഇത്ര വേണോ? കുറച്ചുണ്ടല്ലേ. ഏകദേശം ഓക്കെ. ഇനി എന്ത് ചെയ്യണം, അതിന് ഗ്യാപ്പ് കൊടുക്കണം. അപ്പം ഡിസ്പ്ലേ ഫ്ലെക്സ് ഗ്യാപ്പ് 10. എന്തെറ്റി? അതിന് വിട്ടില്ലാത്തോണ്ടായിരിക്കും. അതിനകത്തുള്ള എല്ലാം ഐറ്റാഗല്ലേ. അതാണ്. ആണോ? അതിപ്പോ നമ്മൾ ഐക്കൺസ് പറഞ്ഞ ഡിവ് ഇട്ട്, ആ ഡിവിന് സൈസ് ഇല്ല. പക്ഷെ ഡിവിന് സൈസ് ഇല്ലാത്തതാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. നോക്കട്ടെ. അത് തന്നെ ഒരു കാര്യം ആണ് ഒന്ന് കൊടുത്തു നോക്കട്ടെ. അല്ലല്ല, വേറെ എന്തോ ഇഷ്യൂ ഉണ്ട്. എന്താ അറിയാം, അത് തന്നെ ഡിവിൻ സൈസ് ഇല്ലാത്തല്ല, ഡിവിൻ സൈസ് ഉണ്ട്. ഞാൻ ഇത് കൊടുത്ത ആർക്കാ നോക്കിയേ, ഐക്കൺസിന്റെ അകത്തുള്ള ഐക്യാ ഫ്ലെക്സ് കൊടുത്ത ഐക്കൺസ് അല്ലേ കൊടുക്കണ്ടേ. ശരിയായി. ഇപ്പം കുറച്ചുകൂടെ ഗ്യാപ്പ് വേണം തോന്നുന്നു. ഓക്കെ, അത് മതി. ഇപ്പൊ നമുക്ക് അത് സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റെസ്പോൺസീവ് ആവണം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കിത് റെസ്പോൺസീവ് ആക്കണം. ഓക്കെ, അപ്പൊ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമേ ബ്രേക്ക് പോയിന്റ് എവിടെയാണ് വരുന്നത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ബ്രേക്ക് പോയിന്റ് വരുന്നത് എവിടെ നോക്കിയേ, ഏകദേശം 1004 അല്ലേ. നമ്മളെടുത്ത് നോക്കിയായിരുന്നല്ലോ. 24 ലെസ് ദാൻ 24 ആകുമ്പോഴാണ് ഇത് പോകുന്നത്. ഇത് പോവുകയും ചെയ്യും. എന്തൊരു ഫോണാണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമേ മീഡിയ കയറി എഴുതാം അല്ലേ. അറ്റ് മീഡിയ അല്ലേ, വിട്ട് പിക്സൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യമേ ഈ ഐക്കൺസിനെ കൊണ്ടുവരണം, FA ബാർസിനെ കൊണ്ടുവരണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം അല്ലെ, ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്താൽ മതി. അത് ഐറ്റാഗ് അല്ലേ, അപ്പൊ ഡിസ്പ്ലേയിലേയും കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം അത് വർക്കാവുന്നുണ്ടോ നോക്കാം. അല്ലേ, അത് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത് കളയണം. അപ്പൊ അത് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് മെനു ഐറ്റംസ് അല്ലേ, മെനു ഐറ്റംസ് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ. എടാ അത് കൊണ്ടുവരാൻ വേണ്ടി അത് ബ്ലോക്ക്, അത് നമ്മൾ ഡിസ്പ്ലേ എന്തായിരുന്നു, നണ്ണ് കൊടുത്തില്ലായിരുന്നോ? അല്ലല്ല എടാ, ഈ ഐക്കൺസ് ഇല്ലേ, ഈ ഐക്കൺ ഇല്ലേ, നമ്മൾ ഇനിഷ്യലി ഇതിന് ഡിസ്പ്ലേ നണ്ണ് കൊടുത്തായിരുന്നു. കാര്യം ഇനിഷ്യലി അത് കാണണ്ട ഇല്ലേ, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ. അപ്പൊ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ നണ്ണ് മാറ്റണം. നണ്ണ് മാറ്റുമ്പോൾ അത് ഒരു ഐറ്റാഗ് ആയതുകൊണ്ട് ഡിസ്പ്ലേ ഇല്ലേയും കൊടുത്തു. അപ്പൊ അതിന്റെ നണ്ണും മാറി ഇല്ലേനും, അപ്പൊ അത് കാണാൻ പറ്റും. ആദ്യം കൊടുത്തായിരുന്നു പോകാൻ വേണ്ടി. നമുക്ക് ആദ്യം അത് കാണണ്ട, സ്ക്രീൻ സൈസ് 1024 താഴെ ആകുമ്പോൾ അത് കണ്ടാൽ മതി.
അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, അത് നണ്ണാക്കി വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ വേണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ആ സൈസ് കുറയുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിന്റെ നണ്ട് മാറണം. നണ്ട് മാറുക വെച്ചാൽ അതിന്റെ ഡിസ്പ്ലേ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ അത് റൈറ്റ് ആകായിരുന്നു. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടുള്ളത് ഇൻലൈനാണ്. അപ്പൊ നമ്മൾ ഡിസ്പ്ലേ ഇൻലൈനാക്കി. അപ്പൊ നണ്ട് മാറിയപ്പോൾ തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മറ്റേത് കളഞ്ഞു. നോക്കിയേ, സ്ക്രീൻ സൈസ് 1024 താഴെ ആയപ്പോഴത്തേക്ക് മറ്റേത് പോയപ്പോഴത്തേക്കും കണ്ടു ഇവിടെ വേറൊരു വ്യത്യാസം. അപ്പൊ എന്ത് ചെയ്യണം, അത് നമ്മൾ ഇനി കറക്റ്റ് ചെയ്യണം. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അത് പോകുമ്പോഴത്തേക്കും ഇതിന്റെ സൈസ് കുറച്ചുകൂടെ കൂടും അല്ലേ, ഇതൊരു 80% ആവും അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതിന് കൊടുത്തേക്കുന്ന പെർസെൻറ്റേജ്, അതായത് സെർച്ച് ബാറിന് കൊടുത്തേക്കുന്നത് വിത്ത് 55% ഇല്ലേ. അപ്പം സ്ക്രീൻ സൈസ് കുറഞ്ഞ് 1024 താഴെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ വിത്ത് കൂടും. കണ്ടോ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതും നമ്മൾ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിപ്പോവും, ഇത്രയും ഗ്യാപ്പ് വരും ഇവിടെ അല്ലേ. അപ്പൊ അത് വരുത്താതിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻ സൈസ് എന്തോ ആ അത് കൂടിക്കൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ എന്താ, ഇപ്പൊ ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഓരോ പിക്സലിനല്ല, ഇവരും കൊടുത്തേക്കുന്ന ബ്രേക്ക് പോയിന്റ്സ് നോക്കിയേ, ഇവരും ഇവിടെയാണ് ബ്രേക്ക് പോയിന്റ് വെച്ചേക്കുന്നത്. ഓരോ പിക്സലിന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ഇങ്ങനെ ആവുമ്പം ചെറുതാവുന്നതാണോ, അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ചെറുതാവുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ സൈസ് കുറയ്ക്കും, അതിന്റെ കാര്യം പെർസെന്റ് ആയതുകൊണ്ടാ, ഇത് പെർസെന്റ് അല്ലേ. അപ്പം സ്ക്രീൻ സൈസ് പറയുമ്പോൾ അത് കുറയും. അപ്പൊ നമുക്ക് ഇപ്പൊ കുറെയൊക്കെ അത് അങ്ങനെ അഡ്ജസ്റ്റ് ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഞാൻ 75 ഇട്ട് നോക്കട്ടെ. സ്ക്രീൻ സൈസ് കുറഞ്ഞ് കണ്ടോ, അപ്പൊ എന്ത് ചെയ്തു, അത് അങ്ങ് ഫില്ലായി. ഇനി അവിടെ നിന്ന് പറയും കണ്ടോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മനസ്സിലായത് ഇട്ടത്, അതായത് ഇത് ഇട്ടില്ല എങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ എന്താ, കാര്യം ഇത് ഇട്ടില്ല എങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഇതിന്റെ വിട്ട് ഓക്കെ, നമ്മൾ ഈ ഒരു ലേണർ റെഫറൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഐറ്റംസ് എടുത്ത് കളയുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വരാൻ കാര്യം ഇതിന്റെ വിട്ട് ഇപ്പോഴും 55%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ബ്രേക്ക് പോയിന്റ് വരുമ്പോഴത്തേക്കും ഇതിന്റെ വിട്ട് കുറച്ചുകൂടെ കൂട്ടാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ബ്രേക്ക് പോയിന്റ് അതിന്റെ വിട്ട് 75% ആക്കി. അപ്പൊ ബ്രേക്ക് പോയിന്റ് വരുമ്പോൾ അതിന്റെ വിട്ട് കൂടും. അപ്പൊ ആ ഗ്യാപ്പ് അങ്ങ് ഫിൽ ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത ബ്രേക്ക് പോയിന്റ് എവിടെ വരുന്നത്? ഇനി നമ്മൾ കുറച്ച് 767 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം 767 താഴെ ആകുമ്പോൾ അതേ പോയി, സെർച്ച് ബാർ പോയി. ഇവിടെ വേറെ സാധനം വന്നുണ്ടോ, ഇവിടെ ഒരു ഐക്കണോടുണ്ട്, നമ്മളത് കൊടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അവിടെ ഒരു ഐക്കൺ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ഐക്കൺ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ, ഇതിന് കൊടുത്ത സ്റ്റൈൽ അപ്ലൈ ആവും. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആദ്യത്തെ മാഗ്നിഫൈങ് ഗ്ലാസ്സിന് എന്താ ഇൻപുട്ട് ക്ലാസ്, എന്നിട്ട് ഓൾറെഡി നമ്മൾ അതിനെ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പേര് ഇൻപുട്ട് ക്ലാസ് അല്ല. പ്രശ്നമില്ല, ഇത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് ഇപ്പോഴെങ്ങും കാണിക്കത്തില്ല. ഈ സാധനം നമ്മൾ എപ്പോഴേ കാണിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുവരെ അതിന്റെ ഡിസ്പ്ലേ നന്നാക്കി വെക്കണം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് ഒരു ക്ലാസ് കൊടുക്കാം. ഉണ്ട്, പക്ഷെ അത് കൊടുത്താൽ മറ്റൊരു അപ്ലൈ അവിടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മെനു ക്ലാസ് കൊടുക്കാം. മറ്റേത് ഇൻപുട്ട് ക്ലാസ്, ഇത് മെനു ക്ലാസ് ആക്കി. എന്നിട്ട് നമുക്ക് ഈ മെനു ക്ലാസ്സിനെ ഓൾറെഡി ഡോട്ട് മെനു ക്ലാസ് ഡിസ്പ്ലേ നന്നാക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ സ്ക്രീൻ സൈസ് എത്ര ആകുമ്പോഴത് ലെസ് ദാൻ 767 അല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് മെനു ക്ലാസ് ഡിസ്പ്ലേ ഇല്ലേ, അത് വർക്കാവുന്നുണ്ടോ നോക്കാം. ആദ്യം ഇതില്ല. ഓക്കെ, നമ്മൾ സ്ക്രീൻ സൈസ് കുറച്ച് അതൊന്ന്. ആ സമയത്ത് എന്ത് പോണം, സെർച്ച് ബാർ പോണം അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാം,
സെർച്ച് ബാറിനെ ആ സമയത്ത് നണ്ണാക്കാം അല്ലേ? അപ്പൊ അതിന്റെ ക്ലാസ് ഏതായിരുന്നു? സെർച്ച് ബാർ അല്ലേ? സെർച്ച് ബാർ ഇതാണ്. അപ്പൊ ഡോട്ട് സെർച്ച് ബാർ ഡിസ്പ്ലേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? എവിടെ സ്പേസ് വരും, അത് നമുക്ക് ശരിയാക്കാം. അപ്പം ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഇതിങ്ങനെ പോയി ഒക്കെയാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കണം? ഇത് ഇങ്ങനെ അറ്റത്ത് വരണം. എങ്ങനെ വരുത്താം? സ്പേസ് ഫിറ്റ് വേണം. അപ്പൊ അവിടെ വേറൊരു കാര്യം ഉണ്ടോ? സ്പേസ് ഫിറ്റ് അവിടെ കൊടുക്കുവാണെങ്കിലേ ഇവിടെ നമ്മുടെ നാവിന് നമുക്ക് കൊടുക്കാം. നാവ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നാവിന് ഇപ്പൊ എത്ര ചൈൽഡ് ഉണ്ട്? ഇതൊരു ചൈൽഡ്, ഇത് രണ്ടാമത്തെ ചൈൽഡ്. ഓക്കെ, സെർച്ച് ബാർ ഇല്ല, അതുപോലെ ഇതില്ല, ഇത് മൂന്നാമത്തെ ചൈൽഡ് ആവും. നമ്മൾ സ്പേസ് ബിറ്റ്വീൻ, അപ്പൊ ആ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? നാവിന് സ്പേസ് ബിറ്റ്വീൻ കൊടുക്കാം. കൊടുത്താൽ വേറെ പ്രശ്നമുണ്ട്. എന്ത് ജസ്റ്റിഫൈ കണ്ടന്റ് കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാല് ഇവിടെ 3 ഉണ്ട്, ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് അതിനെ 2 ആക്കണം. 2 ആക്കിയത് കറക്റ്റ് ആവും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു ഡിവിൽ വേണ്ടി വരും. നമുക്ക് ഒന്നിച്ചിട്ടല്ല എന്ത് സംഭവിക്കാൻ നോക്കട്ടെ. വലിയ കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് വേണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഈ റിയാക്ടിന്റെ ഐക്കൺ ഉണ്ടോ, അതിനൊരു മാർജിൻ ലെഫ്റ്റ് കൊടുത്താൽ മതി. കണ്ടോ? ഇപ്പൊ നോക്കിയേ, ഇത്ര 20 വേണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ഇത് സ്ക്രീൻ സൈസ് കുറച്ച് 1024 താഴെ ആകുമ്പോൾ അത് മാറും. കുറച്ച് സൈസ് തൂകുമ്പോഴത്തേക്കും ഇത് മാറും. അപ്പൊ ആ സെർച്ചിന്റെ ആയിക്കോട്ടെ ചെയ്യാണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയ ചുമ്മാ വീഡിയോ കണ്ട ആവശ്യമില്ല, ചുമ്മാ ചെയ്താൽ മതി. നിങ്ങൾ കണ്ടൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ഓക്കെ ആണല്ലോ?